അതെ, ഞാൻ കള്ളനാ. പക്ഷേ ഞാൻ കക്കാൻ വന്നത് രാമൻകുട്ടി ചേട്ടന്റെ ഈ പെങ്ങളെയാണെന്ന് മാത്രം. ഏട്ടന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ കയ്യും കാലും ഒടിച്ച് വികലാംഗനാക്കി എന്നെ. ഒളിച്ചും പാത്തോളി ഈ കൂടി കാഴ്ച മടുത്തു. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിനക്ക് എന്റെ കൂടെ പോരാ സമ്മതമാണോ? ജീവിക്കുന്നെങ്കിൽ അത് ഉണ്ണേട്ടനോടൊപ്പം ആയിരിക്കും. അതെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണേട്ടാ. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഏട്ടൻ. കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും മരിച്ച പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഏട്ടന്. ആ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട് നീ ഏട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്നോട് ഏട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല. അയ്യോ, ഞാനില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയെന്നറിഞ്ഞാ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ആളാ ഏട്ടൻ. ആ ഏട്ടനോട് ഞാൻ ഇല്ലില്ല, എനിക്ക് പേടിയാ. പിന്നെ അതാരാ ഒന്ന് പറയാ? ഉണ്ണേട്ടൻ, അല്ലാതെ ആരാ? അയ്യോ, ഞാനോ? ആ, അപ്പൊ അത് ശരിയാവും തോന്നുന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയൊന്നും ഉണ്ടായില്ല, പിന്നെ ചെറിയൊരു ഭയം. എങ്കിൽ ആരും ഒന്നും പറയണ്ട. അപ്പോ ഞാൻ തന്നെ പറയണം അല്ലേ? രണ്ടിലൊന്നും അറിഞ്ഞല്ലേ പറ്റൂ. അതെ, രണ്ടിലൊന്ന് എന്തായാലും അറിയാൻ പറ്റും. ഗായത്രി, ഞാൻ തന്നെ നിന്റെ ഏട്ടനെ പോയി കാണാൻ പോവാ. എന്തും സംഭവിക്കാം. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വരട്ടെ. ഉണ്ണേട്ടാ, അത് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ? നല്ല കുട്ടിയാകും. ഈ വണ്ടി ഇടിച്ചു ശ്രമിക്കുന്നത് നമ്മള് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതാ. ഇവളായിരുന്നോ? രാമേട്ടാ, ഐ എം സോറി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായതൊരെണ്ണം വരുന്നവയ്ക്ക് ഒരാൾക്ക് കൊടുത്ത് ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി? വണ്ടി എടുത്ത് മാറ്റി. രാമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണ്ണേ. മേൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടനെ കൊണ്ട് ക്ഷമിച്ചൊന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നത്. ഓടി വണ്ണേ, വണ്ടി കയറാ. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മുതലാളി? വണ്ടി എന്തായി? ജോസഫ് സാർ എത്തിയിട്ടില്ല. അയാള് വരാതെ ചെക്ക് തരാൻ ഒക്കില്ലെന്നാ പറയുന്നത്. നമുക്ക് സൈറ്റിൽ ഒക്കെ ഞാനില്ല. അടുത്താഴ്ച തരാന്നും പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസിക്കുട്ടി. മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് തൊഴിലാളിക്ക് ബാറ്റഗിറ്റ് അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ. പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നത് ഉചിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ. മറ്റവൻ എന്താ? എന്താണ്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. പൊക്കളാൻ പറഞ്ഞില്ലെന്ന്. കാലെ പിടിച്ച് വിളിക്കും. എന്താ? രാമൻകുട്ടി ചേട്ടനെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന്. കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോന്താന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്കെങ്ങനെയാ? അവക്കും ഇഷ്ടാ. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തൂങ്ങി ചാവട. കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിന് വേണ പിന്നെ മുതലാളിയാ? നിന്നെ ഞാൻ നീ എന്നാ പറഞ്ഞേ? മാണിക്യമംഗലത്ത് രാമൻകുട്ടിയുടെ പെങ്ങൾക്ക് നിന്നോട് പ്രേമമാണെന്നോ? എടാ, അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവൻ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ച് ഞാൻ ചോദിക്കാൻ പോവാ, നിന്നോട് ഇഷ്ടമാണോന്ന്. ഇഷ്ടമല്ലെന്നാറ്റ അവളൊരു വാക്ക് പറഞ്ഞ കള്ള പന്നി. ജീവനോടെ നിന്നെ കുളിച്ചു പോടാ ഇവിടെ. ഗായത്രി, ഗായത്രി മോളെ,
ഈ തെണ്ടി പറയാ മോക്ക് ഇവനോട് ഇഷ്ടമാണെന്ന്. മോള് ധൈര്യമായിട്ട് എന്റെ മുഖത്ത് നോക്കി പറ, ബാക്കി കാര്യം ഞങ്ങളേറ്റ്. പറ മോളെ. പറ മോളെ. ഉണ്ണീട്ടൻ പറഞ്ഞത് നേരാ. എനിക്ക് ഉണ്ണീട്ടനെ ഇഷ്ട. എന്താടി പറഞ്ഞേ? ഓരുമ്പോട്ടോളെ കാണിക്കുന്നത് സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിപ്പിക്കാൻ നടക്കുന്ന രാമൻകുട്ടിക്ക് സ്വന്തം പെങ്ങളുടെ കാര്യം വന്നപ്പോ എന്ത് പറ്റി? സ്വാർത്ഥന. ചേട്ടാ സ്വാർത്ഥനാണ്. അതെടി, ഞാൻ സ്വാർത്ഥന. നിന്റെ കാര്യത്തില്, ഈ തറവാടിന്റെ കാര്യത്തില്. നീ ആരെ വിവാഹം കഴിക്കണം, എപ്പോ വിവാഹം കഴിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ തോന്നിയാസം കാണിക്കാനെ പുറപ്പാടെങ്കിൽ കൊന്ന് കുഴിച്ചുകൂടി ഞാൻ. കള്ള കഴിവാണ് മോനെ. മാനവും മര്യാദ നടക്കുന്ന പെമ്പിളെ പഴപ്പിക്കാതിരിക്കല്ലോ. വേണ്ട മുതലാളി, വേണ്ട. ഓ ഓ ഓ എന്താ എന്താ ഗായത്രി 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 പോയി. എന്റെ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാണ്. ഓർക്കാനാവാത്ത തെറ്റാ ഞാൻ ഏട്ടനോട് ചെയ്യുന്നതെന്നറിയാം. എന്തു ചെയ്യാനാ? ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരുപാട്. ഉണ്ണേട്ടനെ പിരിയാൻ എനിക്കാവില്ല. ചേട്ടൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ശപിക്കരുത്. മോനെ, എന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാ നിന്നെ അവളെ ഞാൻ കരുതിയിരുന്നത്. അവള് പോയി. ഒക്കെ എന്റെ തെറ്റാ. ഇനി ഇവിടെ എന്റെ ആവശ്യമില്ല. ഞാൻ പോവാ രാമൻകുട്ടി. പോയിക്കോ, പോകണ്ടവരൊക്കെ പോയിക്കോ. ആരൊക്കെ പോയാലും ഈ രാമൻകുട്ടി ചാകാനൊന്നും പോകുന്നില്ല. എന്താ നോക്കുന്നത്? നിനക്കും പോണോ? മുതലാളി പൊക്കോടാ. മോനെ, എന്റെ രാമൻകുട്ടി പാവം. നീ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം. ഇറങ്ങി വാ. ഉണ്ണേട്ടാ എന്താ ഇവിടെ? ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. എന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ട് പോയാ എന്താ ഉണ്ടാവും നിനക്ക് അറിയാവുന്നതല്ലേ? ഞാൻ അതോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിന്റെ വീട്ടിലേക്ക് പോവാന്ന് വെച്ചാ രാമേട്ടൻ തല്ലിക്കൊല്ലും. ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ് നമ്മൾ. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇവിടെ കൂടിയാലോ. അല്ലാതെ ഒരു നിവൃത്തിയും ഇല്ല മോളെ. അതെ, ഇങ്ങനെ മൂഡൌട്ടായി നിൽക്കാനുള്ള ദിവസമല്ലെന്ന്. ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം. ആദ്യ രാത്രി ഈ ഹോട്ടലിൽ കഴിയാനായിരിക്കും നമ്മുടെ വിധി. സംഭവിച്ച എല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കാം. വാ, ബാഗ് എടുക്കാൻ മറക്കണ്ട. എടുക്കാല്ലേ? എടുത്തോ അമ്മേ.